റെയിൽവേയിൽ നിർവചനം ഇല്ലാത്ത ഒരു മെറ്റീരിയൽ മാനേജറാണ് കൺട്രോളർ. ആരാണ് കൺട്രോളർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്? കൺട്രോളർക്ക് ആരും വിശേഷ നിർദ്ദേശങ്ങൾ കൊടുക്കുകയില്ല. ഈ ഗുഡ്സ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ 2-3 സ്റ്റേഷൻ ഒന്നിച്ച് ഓടാൻ സൗകര്യം കൊടുത്താലേ അത് ഓടുകയുള്ളൂ. അതിന് ഡ്രൈവറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡ്രൈവർക്ക് അവിടേക്ക് ലിമിറ്റേഷൻ. ഓരോ സ്റ്റേഷൻ നിർത്തുകയാണെങ്കിൽ അവർ തന്നെ ഒരു മൊറയിൽ തകരാറാവും. ശരിയാണ്. ഓരോ കൊടുക്കുന്ന ഓരോ നിർദ്ദേശം എഴുതി വെക്കണം. അവിടെ നിയന്ത്രണം ഇല്ല, സാമ്പത്തിക നിയന്ത്രണം ഇല്ല ചെലവാക്കുന്നതിന്. ഗുഡ്സ് ട്രെയിന് ഒരു തെറ്റായ ലൈനിലേക്ക് സ്റ്റേഷൻ മാസ്റ്റർ വിട്ടു. അത് മറ്റേ സ്റ്റേഷനിൽ നിന്നും റൈറ്റിൽ ശരിയായ ലൈനിൽ കൂടെ എക്സ്പ്രസും വന്നു. ഇത് രണ്ടും കൂടെ കൂട്ടിയിടിച്ചു. അവിടെ ആ സ്റ്റേഷനിൽ ഗുഡ്സ് ട്രെയിൻ വിട്ട സ്റ്റേഷനിൽ എന്തൊക്കെയോ മോശമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോ റീസെന്റ് കണ്ടു ഈ ചരക്ക് നിറച്ച ലോറികൾ കയറ്റിയ ഗുഡ്സ് കാരിയർ ഉണ്ട്. റോറോ അല്ലേ? കൊങ്കൺ റെയിലിൽ ഓടിക്കുന്നു. കൊങ്കണിൽ ഓടുന്നുണ്ട് ധാരാളം. ഇന്ധനക്ഷമതയുടെ കാര്യമായിരിക്കും. ലാഭമുണ്ട്, വളരെ ലാഭം. വേഗതയിൽ സേഫ്റ്റിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. റോഡിലെ കൺജഷൻ കുറയ്ക്കാം. അത് കുറച്ചുകൂടെ വ്യാപകമായി ഓടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ 15 വർഷമായിട്ട് അതിൻ്റെ ഒരു ഭാഗമല്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ റോറോ ഒരു നല്ല സമ്പ്രദായമായിരുന്നു. ഒന്നാമത് ഈ ഫ്യൂവൽ കൺസംഷൻ എന്ന് പറയുന്ന എലമെന്റ്, അതായത് നമ്മൾ ഒരു ലിറ്റർ ഡീസൽ ട്രെയിനിൻ്റെ എഞ്ചിനിൽ ഒഴിക്കുന്നതും ലോറിയുടെ എഞ്ചിനിൽ ഒഴിക്കുന്നതും അത് ഒരു ജനറേറ്ററിൽ ഒഴിച്ച് കറണ്ട് ഉണ്ടാക്കുന്നതും താരതമ്യം ചെയ്യുമ്പം ഏറ്റവും ലാഭം ജനറേറ്ററിൽ ഒഴിച്ച് കറണ്ട് ഉണ്ടാക്കുന്നതാണ്. ഏറ്റവും പ്രൊഡക്ടിവിറ്റി ഉള്ളത്. അത് കൊണ്ടുവന്നിട്ടാണ് റെയിൽവേയിൽ ഇലക്ട്രിക് ട്രെയിൻ ഓടുന്നത്. അതൊരു ചോദ്യം. അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് ട്രെയിൻ റെയിൽവേയിൽ ഓടുമ്പോൾ ഈ ഫ്യൂവൽ കൺസംഷൻ്റെ ഒരുപാട് കൺട്രോൾ കിട്ടും. ഇപ്പോൾ ഇറക്കത്തിൽ കറണ്ട് ഉണ്ടാക്കുന്ന എഞ്ചിനുകൾ പോലും ഉണ്ട്. അതിൽ നിന്നും കറണ്ട് നമ്മുടെ മറ്റേ സൈക്കിളിൻ്റെ ഡൈനാമോ പോലെ. സൈക്കിൾ ഡൈനാമോ നമ്മൾ ചവിട്ടി കയറ്റുമ്പോൾ അല്ലെങ്കിൽ അന്നേരം അത് വളരെ ഡിമ്മായിട്ട് കത്തുന്നു. ഇറക്കത്തിൽ നമ്മൾ ചവിട്ടാതെ തന്നെ ഡൈനാമോ കൂടുതൽ പവർ തരുന്ന പോലെ വർക്ക് ചെയ്യുന്ന എഞ്ചിനുകളുണ്ട്. അപ്പോൾ ഒരുപാട് കറണ്ട് സേവ് ചെയ്യും. അങ്ങനെ ഇത് എപ്പോഴും ഇങ്ങനെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരുപാട് റിനോവേഷനകത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും കൺട്രോളറുടെ റോളല്ല. ഇതൊക്കെ അതിനേക്കാൾ മുകളിലുള്ള ടെക്നോളജിക്കൽ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വന്നു കഴിയുമ്പോൾ ഈ കൺട്രോളിങ് അല്ലെങ്കിൽ റെഗുലേറ്റിങ്ങിനകത്ത് ഇത് പെടുമല്ലോ. അപ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി കൂടി കൺട്രോളിന്റെ. പിന്നെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ആരാണ് കൺട്രോളർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്? കൺട്രോളർക്ക് ആരും വിശേഷ നിർദ്ദേശങ്ങൾ കൊടുക്കുകയില്ല. കൺട്രോളർ എന്ന് പറഞ്ഞാൽ ആ സെക്ഷനിൽ അയാളിരിക്കുന്ന 6 മണിക്കൂറിനകത്ത് ഈ ജോലി ചെയ്യേണ്ട ഉത്തരവാദിത്തം. അതിന് പുറത്ത് നീ ആ വണ്ടി അവിടെ നിർത്തി, ഈ വണ്ടി ഇവിടെ നിർത്തുന്ന അയാളോടാരും പറയല. കൺട്രോളർക്ക് മേലൊരു കൺട്രോളർ ഇല്ല. ഉണ്ട്, പക്ഷെ അവർക്ക് ഈ കാര്യത്തിൽ ട്രാഫിക്കിലില്ല, ഇതിലിടപെടിയല്ല. അത് മറ്റേ ഫ്രൈറ്റ് ട്രെയിൻസിന്റെ കാര്യത്തിൽ, ഗുഡ്സ് ട്രെയിനിന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില ഇതിൽ ഇതെങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. ആ വണ്ടി ഇത്തിരി അടിച്ചാലും കുഴപ്പമില്ല, ഇത് കൊണ്ടുപോകണം. ഉദാഹരണത്തിന് ഞാൻ പറയാം അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ, മംഗലാപുരത്ത് പനമ്പൂരിലെ ഒരു ലോഡിങ്, ഇപ്പോൾ ഇവിടെ ഞാൻ ഉദാഹരണം പാലക്കാടിനെ പറ്റി പറയുന്നതാണ്. പനമ്പൂരിൽ ലോഡിങ് ഉണ്ട്. പനമ്പൂർ പോർട്ടിൽ ഒന്ന് ഒരു 2500 ടൺ ഇന്ത്യൻ പൊട്ടാഷിൻ്റെ വളം കയറ്റാനൊരു ഡിമാൻഡുണ്ട്. നമുക്കൊരു MT റേക്ക് അവിടെ എത്തിക്കണം. ആ MT റേക്ക് ഒരു സുമാർ 8, 9 മണി 10 മണിക്കൊക്കെ അവിടെ എത്തിയില്ലെന്നുണ്ടെങ്കിൽ ലോഡായി കിട്ടിയല്ല. അപ്പോൾ അത് 10 മണിക്ക് അവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ പോകുന്ന ഏതെങ്കിലും വണ്ടി അല്പം ആഘാതം സഹിക്കേണ്ടി വരും. ഈ റിസ്ക് എടുക്കുന്നത് ഈ കൺട്രോളുടെ മുകളിലുള്ള കൺട്രോളറാണ്. ഈ കൺട്രോളുടെ മുകളിൽ ഞാൻ പറഞ്ഞല്ലോ, സെക്ഷൻ കൺട്രോളുടെ മുകളിൽ ഒരു ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ ഉണ്ട്. ചീഫ് കൺട്രോളർ തന്നെയാണ് അയാൾ. ആ ചീഫ് കൺട്രോളർക്ക് ഇവിടെ വന്നിട്ട് നീ ആ വണ്ടിയെ നിർത്തിയിട്ടാണെങ്കിലും ശരി, ആ വണ്ടിക്ക് അല്പം ക്ഷീണം വന്നാലും ശരി, ഈ ഗുഡ്സ് ട്രെയിനിനെ കൊണ്ടുപോകണം എന്ന് പറയും. അങ്ങനെ ചിലപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രയോറിറ്റി ചേഞ്ചസ് ഫ്രം മിനിറ്റ് ടു മിനിറ്റ്. ആ മിനിറ്റിൽ ഈ ട്രെയിനിന് പ്രയോറിറ്റി ആയി. ശരി, കൺട്രോളർ മനസ്സിലാക്കുന്ന ഒരു ട്രാഫിക് പ്ലാൻ പെട്ടെന്ന് ചിലപ്പോൾ മാറ്റേണ്ടി വരും. അത് സ്വാഭാവികമായും എവിടെയോ സുഖമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി ചിലപ്പം അത് കൺട്രോളർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഓപ്പറേഷൻ മാനേജർ ആയിരിക്കും. ഡിവിഷനിൽ ഒരു ഓപ്പറേഷൻ മാനേജർ ഉണ്ട്. ഞാനൊരു അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജറായിരുന്നു. ഞാനും ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ മുകളിലൊരു ഓപ്പറേഷൻ മാനേജറോ സീനിയർ ഓപ്പറേഷൻ മാനേജറോ ഉണ്ടാവും. അവർ പറയും, നമുക്ക് ആ വണ്ടി അവിടെ ലോഡിങ്ങിന് എത്തിക്കണല്ലോ,
അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ പ്രശ്നമൊന്നും അവിടെ ചർച്ച ചെയ്യും. ശരി സാറേ ഇല്ല, ഇന്ന് നമുക്ക് അതിന് സമാധാനം പറയാം, ആ വണ്ടി ഇത്തിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഇത് പോട്ടെ, ഈ ഗുഡ്സ് ട്രെയിൻ പോട്ടെ എന്ന് പറയും. അത് ചിലപ്പോൾ ഈ ഡ്രൈവർക്ക് ഇൻറ്റിമേഷനും കൊടുക്കും, നിങ്ങളെങ്ങും നിർത്താതെ ഞങ്ങൾ കൊണ്ട്. അതൊക്കെ ഈ ഡ്യൂട്ടിയുടെ ഭാഗമല്ല, അത് നമ്മുടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ്. അവിടെ നമുക്ക് പനമ്പൂർ ലോഡിങ്ങിന് എത്താനുള്ളതാണ്. പ്രയോറിറ്റി ബേസിൽ അവിടെ സംഭവിക്കുന്നതാണത്. പ്രയോറിറ്റിക്ക് വേണ്ടി നമുക്ക് പലപ്പോഴും ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അതെ അതെ, ഏതോ നേരത്തെ പോകണം. അതെ, അത് വലിയ താമസം വരുന്നില്ല, പാസഞ്ചർ 10 അങ്ങനെ നിർത്തിയല്ല, അങ്ങനെ ഒന്നും മണിക്കൂറുകളൊന്നും നിർത്തി ചെയ്യുന്നില്ല, കുറച്ച് സമയത്തിന്റെ കാര്യത്തിലുണ്ടാവുള്ളൂ. പിന്നെ ചിലപ്പോൾ ഈ ഗുഡ്സ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ 2-3 സ്റ്റേഷൻ ഒന്നിച്ച് ഓടാൻ സൗകര്യം കൊടുത്താലേ അത് ഓടുള്ളൂ. അതിന് ഡ്രൈവറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡ്രൈവർക്ക് അവിടേക്ക് ലിമിറ്റേഷൻ, ഓരോ സ്റ്റേഷൻ നിർത്തുകയാണെങ്കിൽ അവർ തന്നെ ഒരു മുറയിൽ തകരാറാവും. ശരിയാണ്. അതുകൊണ്ട് നമ്മൾ അവർക്കൊരു 4-5 സ്റ്റേഷൻ ത്രൂ ആയിട്ട് ഓടാൻ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മാക്സിമം സ്പീഡിന് വ്യത്യാസമുണ്ടല്ലോ ഗുഡ്സ് ട്രെയിനിന്റെ. ഇപ്പോൾ ഓയിൽ ടാങ്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 75 കിലോമീറ്ററിന് കൂടുതൽ സ്പീഡിൽ പോകും. പാസഞ്ചർ ട്രെയിനിന്റെ സ്പീഡിൽ തന്നെ അത് ഓടാൻ പറ്റും. ഓക്കെ, ഒരു പാസഞ്ചർ ട്രെയിനിന്റെ മുമ്പിൽ ഓയിൽ ടാങ്കൊക്കെ ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട്. പോയിട്ടുണ്ട്. അങ്ങനെ അതായത് തുക്കൂരത്തെ ലോഡിങ്ങിനൊക്കെ കൊണ്ടുപോകാനുള്ള റേക്കുകൾ, തുക്കൂർ ഓയിൽ ടാങ്ക് ലോഡിംഗ് ഉണ്ട്, ഓക്കെ, അതിനെ കൊണ്ടുപോകാനുള്ള റേക്കുകൾ. ചില സ്ഥലത്ത് ഈ ലേബർ ചില പ്രത്യേക സമയം കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യില്ല, അതിന് മുമ്പ് എത്തണം. ഇപ്പോൾ കല്ലായിൽ കൊണ്ട് കൊടുക്കണം, 12 മണിക്ക് മുമ്പ് റേക്ക് കൊണ്ട് കൊടുത്തില്ല അവർ റിലീസ് ചെയ്യല. ഈ ലോഡിങ്ങിൽ അൺലോഡിങ്ങിൽ പ്രശ്നമുണ്ട്, എല്ലാം പ്രശ്നമുണ്ട്. 12 മണിക്ക് മുമ്പ് കൊണ്ടുപോയി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ റേക്ക് അന്ന് റിലീസ് ആകാതെ നിൽക്കും. അന്ന് റിലീസ് ആയില്ലെന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ കിടക്കുകയാണ്. 24 മണിക്കൂറോളമാണ് അതിനകത്ത് പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ അവർ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ ഏതാണ്ട് 24 hours ലേറ്റ് ആയിട്ട് ആ റേക്ക് കിട്ടുള്ളൂ. ഒരു റേക്ക് അത്ര. ഇത് മുഴുവൻ ഈ കൺട്രോളുടെ മുകളിലുള്ള ചീഫ് കൺട്രോളുടെയും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളാണ്. ഇത് എപ്പോൾ റിലീസായി കിട്ടും, എപ്പോൾ റിലീസാക്കാൻ എത്തിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ സെക്ഷനിലിരിക്കുന്ന കൺട്രോളറുടെ മുകളിലുള്ള കൺട്രോളർ അധികവും ചിന്തിക്കുന്നത് ഇതിനെ പറ്റിയാണ്, ഗുഡ്സ് ട്രെയിനെ പറ്റിയാണ്. അതുകൊണ്ടാണ് അതിൽ ഇടപെടേണ്ടി വരുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ പാസഞ്ചറിന്റെ ട്രെയിൻ കൃത്യം സമയത്ത് എത്തണം. ഇനി മറ്റൊരു ട്രെയിനെ കയറ്റി വിടാൻ വേണ്ടി ഏതെങ്കിലും ട്രെയിനിനെ പിടിച്ചിടണം. ഇനി ഗുഡ്സ് ട്രെയിൻ വന്നാൽ ഇത് രണ്ടും ഒഴിവാക്കി ചിലപ്പോൾ അവൻ അങ്ങനെ ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ വന്നു വരും. അപ്പൊ ഇതിന്റെ എല്ലാം റെഗുലേറ്റിംഗ് അതോറിറ്റി അഥവാ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് അവിടെ പിടിച്ചിടൂ, പുറപ്പെട്ടോളൂ, അല്ലേ സ്പീഡ് കുറയ്ക്കൂ, ഇതെല്ലാം കൊടുക്കുന്നത് ഈ കൺട്രോളർ എന്ന് വിളിക്കുന്ന പോസ്റ്റിൽ ഇരുന്നുകൊണ്ടാണ്. അല്ലെ, ഉത്തരവ് കൊണ്ട് അവിടുന്നാണ്. അതെ, ഈ ഉത്തരവാണ്. ഒരിക്കലും സ്റ്റേഷൻ മാസ്റ്ററോട് കൺട്രോളർ അല്ലാതെ ഒരാൾ വിളിച്ചൊരു ഓർഡർ കൊടുക്കുക. ചീഫ് കൺട്രോളറുണ്ട്. ചീഫ് കൺട്രോളറാണ് കൺട്രോളറോട് പറഞ്ഞത്, നീ ആ ഗുഡ്സ് ട്രെയിനിന്റെ വേഗം കൊണ്ടുപോകണം, അത് നമുക്ക് കല്ലായിൽ ഇത്ര മണിക്ക് പ്ലേസ്മെന്റ് ആക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് ആ താഴെയുള്ള സ്റ്റേഷനിലേക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഈ കൺട്രോളറാണ്. കൺട്രോളർ ഇരുത്തിയിട്ട് ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആക്ച്വലി ഡിസിപ്ലിന്റെ പ്രശ്നമാണ്. ഒരു പാസഞ്ചറിന്റെ യാത്രയെ അല്ലെങ്കിൽ ഒരു ട്രെയിനിന്റെ യാത്രയെ അല്ലെങ്കിൽ ഒരു എസ്എമ്മിന്റെ ഡ്യൂട്ടിയെ അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് ഡ്യൂട്ടിയെ നമ്മൾ ഈ യാത്രക്കാരന് നേരിട്ടിടപെടുന്ന ഈ സഞ്ചാരപാതയെ മുഴുവൻ നിയന്ത്രിക്കുന്നത് കൺട്രോളറാണ്. അല്ലേ, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള വേഗത ട്രെയിനിന്റെ വേഗതയും ബാധിക്കും. അതെ, ഈ ഇത്ര അയാളുടെ സെക്ഷൻ അയാൾ അത്ര സമയത്തേക്ക് അയാൾ വാടകയ്ക്ക് എടുത്തിരിക്കുക. അതിന്റെ സെക്ഷൻ അയാളുടെ നിയന്ത്രണത്തിലാണ്. അവിടെ വണ്ടി ഓടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഞാൻ ഈ എൻ്റെ കൂടെ ഒരുപാട് പേര് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. റെയിൽവേയിൽ നിർവചനം ഇല്ലാത്ത ഒരു മെറ്റീരിയൽ മാനേജറാണ് കൺട്രോളർ. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഓരോ ട്രെയിനിനും കോടിക്കണക്കിന് രൂപ വിലയുണ്ട്. പിന്നെ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ വളരെ വിലയുള്ളൊരു സംഗതിയാണ്. ഡ്രൈവർ മനുഷ്യനാണെങ്കിലും അയാൾ വളരെ കോസ്റ്റ്ലിയാണ്. ഡ്രൈവറെ കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. സ്റ്റേഷൻ മാസ്റ്ററും അതെ. ഈ പറയുന്ന 3 മെറ്റീരിയലിനെയും റെയിൽവേ സംബന്ധിച്ചൊക്കെ മെറ്റീരിയലാണ്. ഈ 3 മെറ്റീരിയലിനെയും ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കൺട്രോളറുടെ ലക്ഷ്യം. അപ്പോൾ ഈ മെറ്റീരിയൽ മാനേജർ എന്നുള്ള നിലയ്ക്ക് കൺട്രോളർക്ക് വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതൊന്നും അല്ലാതെ പ്രധാനപ്പെട്ടൊരു പണിയുണ്ട്, ഇതുവരെ പറഞ്ഞില്ല. ഇത് ട്രാഫിക്കിന്റെ കാര്യം. സർവോപരി ഈ പറഞ്ഞ മെറ്റീരിയലിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ പറഞ്ഞ ഇത്രയും ലൈഫ്സ്, ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ജീവൻ. അതൊക്കെ അതിൽപ്പെട്ടതാണ്. ഇതിന്റെ ഉപരിയായി പ്രാധാന്യം കൊടുക്കുന്നു. അതിന്റെ ഒരു സേഫ് ഗാർഡിങ് അതോറിറ്റി കൂടി ഈ കൺട്രോളറാണ്. ഇവിടെ പിഴച്ചാൽ അത് വേറൊരു വിഷയമാണ്. അവിടെ പിഴയ്ക്കും, അത് വേറൊരു വിഷയമാണ്. ക്രൈസിസ് മാനേജർ.
ക്രൈസിസ് മാനേജ്മെൻറ്റിന് മുഴുവൻ നിർദ്ദേശങ്ങളും കൊടുക്കേണ്ടത് ശേഷം കൺട്രോളറാണ്. ആ അതായത് ആക്സിഡൻ്റ് ഉണ്ടായി, അതെ, ഒരു ഡിറൈൽമെൻ്റ് ഉണ്ടായി, 2 വണ്ടികൾ കൂട്ടിയിടിച്ചു, അല്ലെങ്കിൽ ട്രെയിനിൽ തീ ഉണ്ടായി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അതെ. ഈ സംഭവങ്ങൾ വരുന്ന സമയത്ത് മുഴുവൻ നിർദ്ദേശം കൊടുക്കേണ്ട കൺട്രോളറാണ്. അപ്പോൾ ചിലപ്പം ഞാനൊക്കെ പലപ്പോഴും കൺട്രോളറുടെ റോളിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. ഞാൻ കൺട്രോളർ അല്ലാതെ ആയ കാലത്ത് പോലും ഈ കൺട്രോളർക്ക് ഇത് അയാളെ സഹായിക്കാൻ വേണ്ടി ചെന്നിട്ട് ചിലപ്പോൾ നമ്മളങ്ങോട്ട് ഇരുന്ന് കൊടുക്കും. കാരണം ഒരുപാട് വർക്കുണ്ട് ആ സമയത്ത്. ഓക്കെ. അപ്പോൾ ഈ സാധാരണ കൺട്രോളറെ കൊണ്ട് റെക്കോർഡ് ചെയ്യിക്കലും നമ്മൾ നിർദ്ദേശം കൊടുക്കലും, കൊടുക്കുന്ന ഓരോ നിർദ്ദേശം എഴുതി വെക്കണം. അവിടെ നിയന്ത്രണം ഇല്ല, സാമ്പത്തിക നിയന്ത്രണം ഇല്ല ചിലവാക്കുന്നതിന്. ഓക്കെ. ഒരു ഉദാഹരണം പറയാം. തലശ്ശേരി ജഗന്നാഥ ടെമ്പിളിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി. നിങ്ങൾക്കാർക്കും ഓർമ്മയുണ്ടായില്ല. ജഗന്നാഥ ടെമ്പിളിൽ വെടിക്കെട്ട് നടക്കുമ്പോൾ ഉത്സവം കാണാൻ വന്ന ഒരു പാളത്തെ കയറിയിരുന്നു. ന്യൂസിൽ അറിയാവുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വന്ന് കയറി 5-8 ആൾക്കാർ മരിച്ചു. അപ്പോൾ ഞാൻ അടുത്ത ബോർഡിലായിരുന്നു ഡ്യൂട്ടി. അവിടെ വന്ന് ആ ബോർഡിലിരുന്ന കൺട്രോളർ വാസ്തവത്തിൽ ആ വാർത്ത കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് പ്രയാസങ്ങളുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ പോയി പകരം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നിയന്ത്രണം ഇല്ലാത്ത ഉത്തരവുകൾ കൊടുക്കാം. തലശ്ശേരി സ്റ്റേഷൻ മാസ്റ്റർക്ക് നമ്മൾ അതോറിറ്റി കൊടുക്കുകയാണ്. നിങ്ങൾ എത്ര ടാക്സികളിൽ അറേഞ്ച് ചെയ്തോ, ഡോക്ടർമാരെ അങ്ങോട്ട് കൊണ്ടുപോകണം, ഫയർഫോഴ്സിനെ കൊണ്ടുപോകണം, നിങ്ങൾ കളക്ടർക്ക് വിവരം കൊടുക്കുക. ഇതെല്ലാം ഈ സ്റ്റേഷൻ മാസ്റ്റർ കൊടുക്കേണ്ട നിർദ്ദേശം കൊടുക്കേണ്ടത് ഈ കൺട്രോളറാണ്. അത് കൺട്രോളറുടെ അപ്പോൾ അതിന് ഓരോ നമ്പറുണ്ട്. ആ നമ്പർ എഴുതിയിട്ട് കളക്ടർക്കുള്ള ഓർഡർ, SP-ക്കുള്ള ഓർഡർ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വെക്കണം. ഓക്കെ. അപ്പൊ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ പോലും കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോളറാണ്. അതിന് അതിന്റെ സ്വഭാവം അനുസരിച്ച് ആള് മാറും. അതെ, സ്വാഭാവികമായിട്ടും കലാമിറ്റി വലുതാണെങ്കിൽ കൺട്രോളറെ മാറ്റിയിട്ട് മറ്റേ കുറച്ചുകൂടെ മുകളിലുള്ള ആൾക്കാർ ഇപ്പൊ 2 ട്രെയിൻ. പക്ഷെ അപ്പോഴും ഒരു കൺട്രോളർ അല്ലാതെ ഒരു മുകളിലൊരു ഡിവിഷണൽ മാനേജർക്കൊന്നും അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അറിയില്ല ചെയ്യാൻ. അവരുടെ ഓർഡർ പോലും കൺട്രോളറിലേക്ക് എത്തി. കൺട്രോളർ അല്ല, അവർക്കൊന്നും അതിന് ഓർഡർ ഇടാൻ പറ്റിയല്ല. അവർക്ക് ഈ കൺട്രോളർ സംസാരിക്കാനേ പറ്റിയല്ല. അയാൾക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല. ഈ പണിയെപ്പറ്റി അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനും മേലുദ്യോഗസ്ഥനും അതിൽ ഇടപെടിയല്ല. ഈ ജോലി അറിയാവുന്ന ഒരു മേലുദ്യോഗസ്ഥനും അറിയാം ഇയാളോട് സംസാരിക്കാൻ പറ്റിയാലെന്നറിയാം. ഈ സമയത്ത് അത് അടുത്തിരിക്കുന്ന ആരോടെങ്കിലും ഇപ്പം എന്തൊക്കെയാ ചെയ്തതെന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. ഇപ്പം എന്തൊക്കെയാ ചെയ്യുന്ന പോലെ ചെയ്തു സാർ, ഇങ്ങനെ ചെയ്തു, ഓക്കെ. അപ്പോൾ അവരോട് ഉത്തരം പറയാൻ വേറെ ആളുണ്ടാവും അവിടെ. പെട്ടെന്ന് ഒരാളെ കൂടെ വിളിച്ചു വരുത്തും. അപ്പോൾ ഈ പണിയും ഈ നിർദ്ദേശങ്ങൾ മുഴുവൻ കൊടുക്കേണ്ട കൺട്രോളർ. വിഷയം ഈ അപകടത്തിൽപ്പെട്ട ഒരു ട്രെയിൻ മാത്രമല്ല, ഇനി ആ ലൈനിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതിന് ഓടാനിരിക്കുന്നതും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞ ലൂക്കൂർ ധാനിഷ്പെട്ട ആക്സിഡന്റ്, ഞാനായിരുന്നു കൺട്രോളർ. എന്താണ് അതൊരു ഗുഡ്സ് ട്രെയിൻ ഒരു തെറ്റായ ലൈനിലേക്ക് സ്റ്റേഷൻ മാസ്റ്റർ വിട്ടു. അത് മറ്റേ സ്റ്റേഷനിൽ നിന്നും റൈറ്റിൽ ശരിയായ ലൈനിൽ കൂടെ എക്സ്പ്രസും വന്നു. ഇത് രണ്ടും കൂടെ കൂട്ടിയിടിച്ചു. അവിടെ ആ സ്റ്റേഷനിൽ ഗുഡ്സ് ട്രെയിൻ വിട്ട സ്റ്റേഷനിൽ എന്തൊക്കെയോ മോശമായ കാര്യങ്ങൾ നടക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലമാണത്. മോശമായ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ ഇല്ലായ്മയോ. പ്രസന്റിൽ അവിടെ കൺട്രോൾ ചെയ്യാൻ ആളില്ലായിരുന്നു ഇത് കൊടുക്കാൻ. സ്റ്റേഷൻ മാസ്റ്റർക്ക് പകരം വേറെ ആരോ ചെയ്തു. സ്റ്റേഷൻ മാസ്റ്റർ ഡ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ ഒരു പക്ഷെ മധ്യത്തിലായിരുന്നിരിക്കാം. അങ്ങനെ ആയിരിക്കാം. പക്ഷെ കൊടുക്കേണ്ട വില വളരെ വലുതാണ്, വളരെ വലിയ വിലയാണ്. ആൻഡ് എന്ന് തന്നെയല്ല, കുറേ വർഷം കഴിഞ്ഞപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ സൂയിസൈഡ് ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും അധികം, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു സിംഗിൾ വാഹനത്തിൽ ഏറ്റവും അധികം യാത്ര ചെയ്യുന്ന ട്രെയിനിലാണ്. അല്ലേ? അതിനുണ്ടാകുന്ന ഒരു ചെറിയ അപകടം പോലും ഉണ്ടാക്കുന്ന വില. ഒന്നാമത് നിയന്ത്രണം ഇല്ല. ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ഇരുമ്പിന്റെ മുകളിൽ ഇരുമ്പല്ലേ ഓടണേ. അതെ, പെട്ടെന്ന് റബ്ബറില്ലല്ലോ. ഫ്രിക്ഷൻ നമുക്ക് മറ്റൊരു വണ്ടി നിർത്താൻ പറ്റില്ലല്ലോ. അത് തന്നെ അവിടെ കണ്ടു കഴിഞ്ഞാല് ഇത് ഫ്രിക്ഷൻ സംഭവിക്കുന്നില്ല. പരിപൂർണമായിട്ട് ഈ പാവം ഡ്രൈവർ വിശ്വസിക്കുന്ന ഈ സിഗ്നലിനെയാണ്. അതെ, ഈ സിഗ്നലിന് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടോ എന്ന് സ്റ്റേഷൻ മാസ്റ്റർ കൊടുക്കുന്ന ഒരു കടലാസുണ്ട്. ആ കടലാസാണ് ആ ഡ്രൈവർക്ക് പറ്റിയത്. അയാളോട് ചോദിക്കാൻ പോലും കഴിഞ്ഞില്ല. അദ്ദേഹം മരിച്ചുപോയി. അതെ, അദ്ദേഹത്തിന് എന്ത് ഡോക്യുമെന്റാ കിട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞില്ല. തീർച്ചയായും ആ മനുഷ്യൻ മരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അവസാനമായിട്ട് സംസാരിച്ച റെയിൽവേക്കാരൻ ഞാനായിരുന്നു. എന്നോട് സംസാരിച്ചിട്ടാണ് അയാൾ പോയത്. ഞാൻ അയാളെ എങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ ഈ റെയിൽവേയിലെ. അപ്പോൾ ഈ ഡിവിഷന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ട്, പരമാവധി വണ്ടികൾ പുറത്തേക്ക് അയക്കുക. അപ്പോൾ നമ്മുടെ പാലക്കാട് ഡിവിഷനായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു 16-20 ഗുഡ്സ് ട്രെയിനുകൾ ജോലാർപേട്ട് എത്തിക്കണം. അപ്പോൾ ഇയാളുടെ വണ്ടി തീർച്ചയായിട്ടും പോകുന്ന വണ്ടിയാണ്, നല്ല ഡ്രൈവറാണ്.
ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ നിൽക്കാൻ പോകുന്ന ചോലാപ്പട്ട യാർഡിലായിരിക്കും. ആ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദാനിഷ്പട്ട് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് വേണ്ടി വരും. മുമ്പിൽ പോകുന്ന പുരുഷനെ ഞാൻ ലോക്കോര് നിർത്തുകയാണ്, എന്നിട്ട് നിങ്ങളെ ഞാൻ കയറ്റി വിടും എന്ന് പറഞ്ഞു.